ഹലോ വെൽക്കം ബാക്ക്. സഞ്ജു സാംസന്റെ ആരാധകർക്കും രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ന്യൂസ് കൂടിയാണ്. മറ്റൊന്നുമല്ല, സഞ്ജു സാംസന് സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്നും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ 3 മത്സരങ്ങളിലായിട്ട് അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബാറ്റിംഗ് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പറായിട്ടും തുടരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ വിജയത്തിന് ശേഷമാണ് സഞ്ജു നേരെ ബാംഗ്ലൂരിലേക്ക് പറക്കുന്നതും അവിടുന്ന് ഇന്നാണ് അപ്രൂവലിൻ്റെ ന്യൂസ് വന്നിട്ടുള്ളത്. എന്തായാലും ടീമിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ഈ ഒരു ന്യൂസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഓൾറെഡി ആദ്യത്തെ 2 മത്സരങ്ങൾ ടീം തോറ്റിട്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ 3-ാം മത്സരത്തിലേക്ക് വന്നപ്പോൾ ടീമിന് വിജയം നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ 4-ാം മത്സരത്തിലേക്ക് വരുമ്പോൾ അതും പഞ്ചാബിലെ പോലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു സൈഡിനെ നേടുമ്പോൾ സഞ്ജു പോലൊരു ക്യാപ്റ്റൻ അവിടെ ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ സഞ്ജു കൂടി വന്നു കഴിയുമ്പോഴേക്കും അതൊരു സ്ട്രോങ്ങസ്റ്റ് സൈഡായിട്ട് മാറും. അത് ടീമിന് കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒട്ടും ചില്ലറയല്ല. എന്തായാലും സഞ്ജുവിന് കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു വിക്കറ്റിന് പുറകെ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ സഞ്ജു ഈ ഒരു മത്സരത്തോടു കൂടി തന്നെ അതായത് പഞ്ചാബുമായിട്ടുള്ള മത്സരത്തോടു കൂടി തിരിച്ചു വരുന്നു. അത് വളരെയധികം കോൺഫിഡൻസ് വരുന്നൊരു കാര്യം തന്നെയാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിലേക്ക് ആദ്യം 3 മത്സരങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മത്സരത്തിൽ സഞ്ജു ഒരു 50 ഉണ്ടായിരുന്നു. പിന്നീടുള്ള 2 മത്സരങ്ങൾ വലിയൊരു സ്കോറുകളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് ബാറ്റിംഗ് സൈഡിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഷോട്ടുകളൊക്കെ പക്കയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ മത്സരത്തിൽ നല്ല ഹിറ്റുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. 3-ാം മത്സരത്തിലും ഒരു നല്ല സിക്സറൊക്കെ പറത്തിയിരുന്നു. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ താരം നേരിടുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം ഈ ഒരു പഞ്ചാബുമായിട്ടുള്ള മത്സരത്തിലേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്ന സഞ്ജുവിന് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സഞ്ജുവിനെ മാത്രമല്ല രാജസ്ഥാനെ സംബന്ധിച്ചും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സഞ്ജു ക്യാപ്റ്റനായിട്ട് ക്രീസിലേക്ക് വരിക എന്നുള്ളത്. അത് ഉറപ്പായിട്ടും നമുക്കറിയാം. പരാഗിൻ്റെ ഭാഗത്ത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അദ്ദേഹം സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഞ്ജുവിന് പകരം വന്ന ക്യാപ്റ്റനാണ്. അപ്പം ഈ പ്രഷർ സിറ്റുവേഷനൊക്കെ കുറച്ച് ബാഡായിട്ടായിരുന്നു പരാഗ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 3-ാം മത്സരത്തിലേക്ക് വന്നപ്പോൾ അതിൽ നല്ല മാറ്റങ്ങളുണ്ടായി. 4-ാം മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു ക്യാപ്റ്റൻ ആകുമ്പം ബെറ്റർ സൈഡ് ആകുമ്പോൾ രാജസ്ഥാൻ കുറച്ചുകൂടി കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് അറിയാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.